ഒറ്റ ഐറ്റം മതി കേട്ടോ ഈ കാണുന്ന ചോറ് മൊത്തം കഴിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ആ ഒരു ഫിഷ് റെസിപ്പി നമുക്ക് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തീ ഓണാക്കി കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ചെറിയുള്ളി ചതച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തീ ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും പിന്നെ പുളിവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇത് ഗ്രേവി ഐറ്റം ആണ്, പക്ഷേ ഞാനത് ലാസ്റ്റ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കഴുകി വെച്ചിട്ടുള്ള മീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഇത് വലിയ മത്തിയിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഞാനതൊന്ന് മാറ്റിയിട്ട് കുഞ്ഞു മത്തിയിൽ ചെയ്തു. ഇത് നമുക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മീൻ ഒടിയാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. ഉപ്പും മുളക് പൊടിയൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. അങ്ങനെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ ശ്രീയും കൂടെ ഉണ്ടേ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടെന്നൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലാണ് കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്മെല്ലാണ്. പക്ഷെ ആക്ച്വലി ഇത് വലിയ മത്തി വെച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് നമുക്ക് കിട്ടിയത് കുഞ്ഞു മത്തിയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ടാവും, നന്നായിട്ട് ഉടയുന്നുണ്ട് കേട്ടോ. നമുക്കൊന്നും കൂടെ വെച്ചിട്ട് ഇത് ഡ്രൈ ആക്കി എടുക്കണം. ഇത് നമ്മൾ ചെറിയ മത്തി എടുത്തുകൊണ്ട് തന്നെ അതായത് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഒന്ന് മുറുകാൻ വേണ്ടിയിട്ട് ഈ ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും. ഇതെല്ലാവരും വലിയ മത്തിക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം കിടുക്കാച്ചിയാണ് കേട്ടോ. വീഡിയോയിലൊക്കെ ഇത് ഗ്രേവിയാണ്, പക്ഷെ ഞാനത് ഡ്രൈ ആക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇനിയും ആരെങ്കിലും ട്രൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.